നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുണർദം നക്ഷത്രക്കാരുടെ സാമാന്യ സ്വഭാവം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പുണർദം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ബുദ്ധിശാലികളായിരിക്കും. അതുപോലെ തന്നെ വിശാല മനസ്കരായിരിക്കും, സൗമ്യ സ്വഭാവക്കാരായിരിക്കും. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് അഭിപ്രായം രൂപീകരിക്കുന്നൊരു സ്വഭാവമുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു പ്രവർത്തനം ഇവർ തുടങ്ങി വയ്ക്കാറുള്ളൂ. ഓരോ കാര്യത്തിൻ്റെയും നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയാൻ കഴിവുള്ളവരായിരിക്കും ഇവർ. അന്യരുടെ കാര്യങ്ങൾ ഇടപെടാറില്ല. ധാർമ്മികമായും മതപരമായുള്ള കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരാണ്. ബാല്യകാലത്തിൽ കുറച്ച് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ ഇവർക്ക് സാധ്യതയുണ്ട്. ഭാവിയിൽ ഇവർ ഉന്നതിയിൽ എത്തിച്ചേരാനുള്ള യോഗമുണ്ട്. അധ്യാപക വൃത്തിയിൽ ഇവർ നന്നായിട്ട് ശോഭിക്കും. പുണർദം നക്ഷത്രം മിഥുനക്കൂറുകാരും കർക്കിടകക്കൂറുകാരും വ്യത്യസ്തമായ സ്വഭാവത്തിനുടമകളായിരിക്കും. കർക്കിടകത്തിൽ ജനിച്ചവർ സരള സ്വഭാവക്കാരായിരിക്കും. മാതൃ സ്വഭാവവും കൽപ്പനാ സ്വഭാവം ഇവരിൽ കൂടുതലായിരിക്കും. ഇവർ സൗന്ദര്യപ്രിയരായിരിക്കും, സൗന്ദര്യ ആരാധകരായിരിക്കും. ജലസംബന്ധമായ കാര്യങ്ങളിലും കലകളിലും താല്പര്യം കാണിക്കുന്നവരാണ്. അതേപോലെ തന്നെ ഔഷധശാസ്ത്രത്തിൽ താല്പര്യം കാണിക്കുന്നവരുമായിരിക്കും. യാത്രയിൽ വളരെ താല്പര്യം ഉള്ളവരായിരിക്കും. ക്ലേശം സഹിക്കാനുള്ള കഴിവ് ഇവരിൽ കുറഞ്ഞിരിക്കും. സ്വന്തം വീട് വിട്ട് നിൽക്കാൻ ഇവർ ആഗ്രഹിക്കാറില്ല. കാരണം ഗ്രഹാരദ്വരത്വം ഇവർക്കൊരു ആദിയായിട്ട് അനുഭവപ്പെടും. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മിഥുനക്കൂറുകാരിൽ കാണും. ആകർഷകമായ ശരീരവും സത്യസന്ധമായ പ്രവൃത്തിയും വശ്യമായ സംഭാഷണവും മറ്റുള്ളവരുടെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവർക്ക് പ്രിയമുള്ളവരാക്കി മാറ്റും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമാണ് പുണർദം നക്ഷത്രം. ഇവർ കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം ഗ്രഹിച്ച് എല്ലാ വശവും ചിന്തിച്ച് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവരാണ്. ഒരു കാര്യത്തിൽ എടുത്തുചാട്ടം കാണിക്കില്ല. അതുപോലെ തന്നെ വളരെ ചിന്തിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വാക്ശക്തി ഉണ്ടാവും, നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാവും. അതേപോലെ തന്നെ ഇവരുടെ ഈ വാക്സാമർത്ഥ്യം കാരണം കൊണ്ട് ഇവരെ എതിർത്ത് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ധനപരമായി ഇടത്തരക്കാരായിരിക്കും ഇവർ. ധനാധിപനായ ചന്ദ്രൻ്റെ 12ലെ സ്ഥിതി ഒരു കാരണമാണ്. അതേപോലെ തന്നെ പുത്രാനുകൂല്യം കുറച്ച് കുറവായിരിക്കും. പല വിഷയത്തിൽ ഇവർ അറിവ് നേടുമെങ്കിലും ഒന്നിലും പരിപൂർണത നേടാൻ ഇവർക്കാകില്ല. ആരോടും സ്ഥായിയായ സ്നേഹം കാണിക്കുന്നവരല്ല, പക്ഷേ ആരെയും പിണക്കുകയുമില്ല. മാതാവിനോട് വളരെ മമത കാണിക്കുന്നവരായിരിക്കും. വിവാഹ ജീവിതത്തിൽ പൂർണ്ണത അനുഭവപ്പെടാറില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ആധാര എഴുത്ത്, ഓഡിറ്റ്, ലേഖനം, അധ്യാപനം, നിയമം ഇവയിൽ ശോഭിക്കാൻ ഇവർക്ക് സാധിക്കും. പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുണ്യകാര്യങ്ങൾ തൽപരരായിരിക്കും. അഹന്തയില്ലാത്തവരായിരിക്കും. നല്ല സ്വഭാവവും ഗാർഹികമായ കാര്യങ്ങൾ തൽപരരും ഭർത്തൃസാമീപ്യത്തോട് കൂടിയവരുമായിരിക്കും. ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. പക്ഷേ ആരോഗ്യത്തെപ്പറ്റി ഒരു ആകുലത എപ്പോഴും ഇവർ വെച്ചു പുലർത്തും. ദിനചര്യകൾ പാലിക്കാനും ഔഷധങ്ങൾ യഥാസമയം കഴിക്കാനും പഥ്യം ആചരിക്കാനൊക്കെ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. ബാല്യകാലം മെച്ചമായ ആരോഗ്യവും കുടുംബസുഖമൊക്കെ ഇവർക്ക് ഉണ്ടാകും. എന്നാൽ 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിതം. ഈ കാലഘട്ടത്തിൽ ആരോഗ്യക്കുറവ്, മനക്ലേശം, ധനനഷ്ടം, യാത്രാക്ലേശം, അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും. എന്നാൽ 50 വയസ്സിന് ശേഷം സന്തോഷകരമായ ജീവിതം നയിക്കാൻ ഇവർക്ക് സാധിക്കും. പരമ്പരാഗതമായിട്ടുള്ള ശീലങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇവർ നല്ല ദൈവവിശ്വാസികളായിരിക്കും. അതേപോലെ തന്നെ പ്രാചീനമായിട്ടുള്ള വിശ്വാസങ്ങളൊക്കെ മുറുകെ പിടിക്കാൻ താല്പര്യപ്പെടുന്നവരുമായിരിക്കും. പുണർദം നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷത കൊണ്ട് മറ്റുള്ളവരുടെ ആദരവും ബഹുമതിയൊക്കെ ലഭിക്കാൻ ഇവർക്ക് യോഗമുണ്ട്. നിഷ്കളങ്കമായ സുതാര്യമായിട്ടുള്ള സ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്കിടയിൽ ഇവർക്ക് സർവപ്രിയമായിരിക്കുന്ന ഒരു സ്ഥാനമുണ്ടായിരിക്കും. നിർധനർക്കായി നിങ്ങളെപ്പോഴും എന്ത് സഹായം ചെയ്യാനും എപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കും. നിയമവിരുദ്ധമായ അല്ലെങ്കിൽ സദാചാര വിരുദ്ധമായ ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് കണിശമായും എതിർത്ത് നിൽക്കുന്ന സ്വഭാവക്കാരാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.